ആണ് എത്രത്തോളം ഗുരുതരമാണ് ആരോഗ്യനില എന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. വിനോദ്, ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷേ ആരോഗ്യനില മോശമെന്നറിയുന്നു. ഒരു പക്ഷേ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ മാറ്റിയ ശേഷം കൂടുതൽ തെളിവുകളടക്കം ശേഖരിക്കാൻ സാധിക്കും. അങ്ങനെയായിരിക്കാം പോലീസിന്റെ ആത്മവിശ്വാസം എന്ന് നമുക്ക് അനുമാനിക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ എത്രയും പെട്ടെന്ന് പ്രതിയെ ആരോഗ്യവാനായി തന്നെ തെളിവെടുപ്പിന് എത്തിക്കുക എന്നതായിരിക്കുമല്ലോ പോലീസിന്റെ ലക്ഷ്യം. വിനോദ്, അഭിലാഷ്, തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ്. ആദ്യം പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാകുക എന്നത് തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം, ഈ അന്വേഷണ സംഘം കോട്ടയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്, പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് പ്രതിയുള്ളത്. ഇനി ഇവിടെ നിന്നുള്ള സംഘം അവിടെ എത്തി അവിടെ ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇയാളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക. ഏതായിരുന്നാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാളൊരു ഹോം നഴ്സായി ഒരു വീട്ടിൽ ജോലിക്ക് കയറിയെങ്കിൽ അത് ഒരു പക്ഷേ ഒരു ഏജൻസി വഴിയാകാനുള്ള സാധ്യതയുണ്ട്. നേരിട്ട് ഉള്ള ഒരു ജോലിക്ക് കയറിയുള്ള ഒരു രീതി ആവാനുള്ള സാധ്യത കുറവാണ്. ഒരു പക്ഷേ കോട്ടയത്തുള്ള ഏതെങ്കിലും ഏജൻസി വഴി ഇയാൾ അവിടെ എത്തി ഇങ്ങനെ ഒരു സുരക്ഷിതമായി മാറുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏതെങ്കിലും ഏജൻസി വഴി ഇയാൾ ഈ ജോലി തരപ്പെടുത്തിയതാകാനുള്ള സാധ്യത, അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരം ഇനി ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ നടത്തിയ നീക്കങ്ങൾ എന്ത് എന്നത് അടക്കം വ്യക്തമാകേണ്ടതുണ്ട്. ഇയാൾ കൊലപാതകത്തിന് എത്തിയത് എവിടെ നിന്ന്, ആയുധം വാങ്ങിയത് എവിടെ നിന്ന്, ലോഡ്ജിൽ താമസിച്ചത്, വീട്ടിലേക്ക് എത്തിയത്, വീട്ടിനുള്ളിൽ നടന്ന കാര്യങ്ങൾ, അവിടെ നിന്ന് രക്ഷപ്പെട്ട രീതി, ഇതെല്ലാം തന്നെ പ്രതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ആവശ്യമായി വരും. ഇയാളെ കസ്റ്റഡിയിലെടുത്തുള്ള നടപടികളാണ് പ്രധാനമായും പോലീസിൽ നിന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം ഇയാൾ ഈ വിഷം കഴിച്ച് ആശുപത്രിയിലായി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇനിയുള്ള നടപടികൾ. ഏതായിരുന്നാലും ഒരല്പം കാലതാമസം അയാളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പ്രതിയെ വളരെ പെട്ടെന്ന് പിടികൂടാൻ പറ്റി എന്നത് തന്നെ. കാരണം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറെ അവ്യക്തതകൾ നിലനിന്നിരുന്നു. മാത്രമല്ല ഈ പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം, ഇൻസ്റ്റാഗ്രാം ID കണ്ടെത്തുന്നതിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇയാളുടെ പേരും വിലാസവും അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. തീർച്ചയായും എന്തായാലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രതിയുടെ ആരോഗ്യനില മെച്ചപ്പെടണം. അതിനനുസരിച്ചായിരിക്കും ഇനി പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രതി വിഷം കഴിച്ചിട്ടുണ്ട് എന്ന പ്രാഥമികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്.